Question number 6. State and illustrate the law of multiple proportions. ഈ ബേസിക് കൺസെപ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സം ലോസ് പഠിക്കുന്നുണ്ട്. ഏതൊക്കെ ലോസ് ആണ്? ഫസ്റ്റ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. സെക്കൻഡ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ്. തേർഡ്, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. ദെൻ ഫോർത്ത് വൺ, അവഗാഡ്രോസ് ലോ. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് ഗലൂസാക്ക് ലോ ഓഫ് ഗേഷ്യസ് വോള്യൂം. ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഡിഫറെന്റ് പാറ്റേണിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് മുന്നോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻസിൽ കാണാൻ പറ്റും. അപ്പൊ ഹിയർ ഇവിടെ ഒരു സ്റ്റേറ്റ് ആൻഡ് ഇലുസ്ട്രേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് പല രൂപത്തിൽ ചോദിക്കാറുണ്ട്. എക്സാമ്പിൾസ് തന്നിട്ട് ഏത് ലോ ആണ്, then ആ ലോ സ്റ്റേറ്റ് ചെയ്യാൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ് ആൻഡ് ഇലുസ്ട്രേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. ജസ്റ്റ് നമുക്ക് എന്താണെന്നൊന്ന് പറയാം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. ഹൈഡ്രജൻ can combine with oxygen. H2 plus O2 gives H2O2. H2 plus half O2 gives H2O. Example 1. Second example, oxygen plus carbon gives carbon dioxide. Oxygen plus 2 carbon gives 2 carbon monoxide. റൈറ്റ്. ഈ എക്സാമ്പിൾസിൽ ഈ രണ്ട് ഹൈഡ്രജൻ ഈ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും ഈ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും ഹൈഡ്രജന്റെ മാസ് ഫിക്സ്ഡ് ആണ്. ദാറ്റ് ഇസ് 2 gram. റൈറ്റ്. ഇവിടെ ഓക്സിജന്റെ മാസ് 32 gram. ഹിയർ ഓക്സിജൻ ഈസ് 16 gram. ഇവിടെ ഓക്സിജന്റെ മാസ് ഫിക്സ്ഡ്, ദാറ്റ് ഇസ് 32 gram. കാർബൺ 12 gram. ഹിയർ കാർബൺ 24 gram. രണ്ട് എലമെന്റുകളാണ് കമ്പൈൻ ചെയ്തത്. ഫസ്റ്റ് എക്സാമ്പിൾ, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തു. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് രണ്ട് കോമ്പൗണ്ട് ഉണ്ടായി. ഏതൊക്കെ രണ്ട് കോമ്പൗണ്ട്? ഫസ്റ്റ് വാട്ടർ ആൻഡ് സെക്കൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും. എക്സാമ്പിൾ 2 കാർബണും ഓക്സിജനും അല്ലെങ്കിൽ ഓക്സിജനും കാർബണും ക്യാൻ കമ്പൈൻഡ് ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്. ദാറ്റ് ഈസ് carbon dioxide and carbon monoxide. അപ്പോൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ടൈപ്പ് കോമ്പിനേഷൻ. ഏത് ടൈപ്പ്? ഇഫ് 2 elements can combine to form more than one compound. രണ്ട് എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന കേസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. ഇനി ഈ കോമ്പിനേഷന്റെ പ്രത്യേകത എന്താ? ഈ കോമ്പിനേഷനിൽ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഉണ്ടായി. ബട്ട് ഈ കോമ്പിനേഷന്റെ ഏറ്റവും പ്രത്യേകത, രണ്ട് എലമെന്റിന്റെ മാസും എന്തല്ല, ചേഞ്ച് ആവുന്നില്ല. ഹൈഡ്രജന്റെ മാസ് ഇവിടെ ഫിക്സ്ഡും ഓക്സിജന്റെ മാസ് ഡിഫറെന്റും. എക്സാമ്പിൾ 2 ഓക്സിജന്റെ മാസ് കോൺസ്റ്റന്റ് ആണ്, ബട്ട് കാർബണിന്റെ മാസ് ഡിഫറെന്റ് ആണ്. ക്ലിയർ? നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? രണ്ട് എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് മോർ ദാൻ വൺ കോമ്പൗണ്ട് ഉണ്ടാകുന്ന കോമ്പിനേഷനിൽ ഡിഫറെന്റ് മാസുള്ള ഒരു എലമെന്റ് ഫിക്സഡ് മാസുള്ള വേറെ എലമെന്റുമായി കമ്പൈൻ ചെയ്യും. ആർ ഇൻ സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ. ഇവിടുത്തെ ഹോൾ നമ്പർ റേഷ്യോ എങ്ങനെ? 2:32. ഫസ്റ്റ് റേഷ്യോ, ദാറ്റ് ഈസ് 1:16. സെക്കൻഡ് 2:16, ദാറ്റ് ഈസ് 1:8. സോ 1 is fixed. Here 32:12, that is simplify ചെയ്യുകയാണെങ്കിൽ 16 or 8:3. Here 32:24, that is 8:6. ഇവിടെ ഫിക്സ്ഡ് ആണ്, 8 ഫിക്സ്ഡ് ആണ്. ഓക്കെ, എന്താണ് സ്റ്റേറ്റ്മെന്റ് ലോ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷന്റെ? ഇഫ് 2 elements can combine to form more than one compound. Clear? Okay, fixed mass of one of the element or different mass of, അല്ലെങ്കിൽ തിരിച്ചു പറയാൻ, different mass of one of the element can combine with fixed mass of other elements are in the small whole number ratio. രണ്ട് എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് മോർ ദാൻ വൺ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന കേസുകളിൽ ഒരാളെ മാസ് എപ്പോഴും ഫിക്സഡും അടുത്ത ആളെ മാസ് ഡിഫറെന്റ് ആയിരിക്കും. അവർ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന കോമ്പൗണ്ടിൽ ഒരു സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ കാണാം. ഓക്കെ,
Question number 7. Basic concept is 7th questions. Find the molecular formula of the compound with molar mass 78 gram and empirical formula is equal to CH. Molecular formula calculate ചെയ്യാനാണ്. മോളാർ മാസ് തന്നു, എംപിരിക്കൽ ഫോർമുലയും തന്നു. എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? Empirical formula is the ratio of the small whole number ratio of the all element in a molecules. ഒരു molecules എല്ലാ എലമെന്റിന്റെയും സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ ഇസ് കോൾഡ് എംപിരിക്കൽ ഫോർമുല. അപ്പം ഈ മോളിക്കുലർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാൻ എംപിരിക്കൽ ഫോർമുലയൊന്നും മോളാർ മാസും തന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻസ് ഉണ്ട്. അറിയാലോ എന്താ ഇക്വേഷൻസ്? മോളിക്കുലർ ഫോർമുല ഇസ് ഈക്വൽ ടു മോളാർ മാസ് divided by empirical formula mass into empirical formula. Right. Molecular formula is equal to molar mass divided by empirical formula mass into empirical formula. Here molar mass തന്നിട്ടുണ്ട്. Molar mass is equal to 78 gram. That is molar mass. Empirical formula തന്നു CH. CH is equal to empirical formula. Empirical formula is equal to CH. അപ്പോൾ empirical formula CH ആണെങ്കിൽ empirical formula mass എത്ര? കാർബൺ 12ഉം ഹൈഡ്രജൻ 1ഉം, that is 30. Clear? Then molecular formula is equal to 78 by 13 into CH. 78 by 13. 78 by 13 is equal to 6 ആണ്. 6 into CH. Then molecular formula is equal to C6H6. മോളിക്കുലർ മാസും എംപിരിക്കൽ ഫോർമുലയും തന്നാൽ മോളിക്കുലർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. ക്ലിയർ? ഓക്കെ. Calculate the mass of oxalic acid dihydrate required to prepare 0.1 molar 250 ml of its aqueous solutions. Questions മനസ്സിലായോ? Calculate the mass of oxalic acid dihydrate required to prepare 0.1 molar 250 ml its aqueous solutions. മൊളാരിറ്റി തന്നു, വോള്യം തന്നു, മാസ് ഓഫ് ഓക്സാലിക് ആസിഡ് ഡൈഹൈഡ്രേറ്റ് ആണ് ചോദിച്ചത്. മൊളാരിറ്റി എന്താണെന്നറിയാലോ? എന്താ മൊളാരിറ്റി? Molarity is the number of moles of solute present in 1 liter of solutions. Molarity is equal to number of moles of solute, B for solute, S equal to solvent, NB by volume in liter. Molarity is the number of moles of solute present in 1 liter of the solutions. How to calculate number of moles? Number of mole equal to given mass in gram divided by molar mass. അത് വെച്ച് ഞാൻ number of moles NB is equal to WB, weight of solute by molar mass of solute. W is equal to weight, given weight. M is equal to molar mass. Then equation substitute ചെയ്തു. Then molarity is equal to WB divided by MB into volume in liter. But here 250 ml എത്തുന്നത് മില്ലി ലിറ്റർ ആണെങ്കിൽ എങ്ങനെ ലിറ്ററിലേക്ക് മാറ്റും? മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ബൈ 1000 ചെയ്യണം. അപ്പൊ ഞാൻ ബൈ 1000 ചെയ്താൽ മുകളിൽ 2000, that is WB into 1000 divided by MB into volume in milliliter is the equation of molarity. So capital M is molarity. ഇതാണ് മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ്. ഓക്കെ. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ഓക്സാലിക് ആസിഡ്. നമ്മോട് കാണാൻ പറഞ്ഞത് എന്താ? WB ആണ്. ഇതാ ഓക്സാലിക് ആസിഡിന്റെ വെയിറ്റ്. ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്.
മൊളാരിറ്റി തന്നിട്ടുണ്ട്, സൈഡിൽ ഞാൻ എഴുതുന്നു മൊളാരിറ്റി ഈസ് ഈക്വൽ ടു 0.01. ഓക്കെ. molecular mass oxalic acid H2C2O4 dot H2C2O4 dot 2H2O. MB molar formula, molar mass is equal to hydrogen 2, carbon 24, O4 is equal to 64 plus 36, that is 126 gram. 2 plus 24 plus 64 plus 2 into 18 എല്ലാം കൂടെ മോളിക്കുലർ ഫോമിൽ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും 126 gram. സോ അപ്പോൾ ഇത് 126 gram, ഇതറിയാം 126 gram. Polarity 0.1 MB, MB is equal to 126 gram. Then volume in liter, milliliter. Volume എത്ര milliliter? 250. Then to calculate WB. So WB അവിടെ വെച്ച് ബാക്കി കംപ്ലീറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാം. WB is equal to molarity into MB into volume in milliliter divided by 1000. Molarity is equal to molarity 0.1. 0.1 into MB 126, volume 250 by 1000. Okay, the answer is 0.1 into 1000 mole or 10 raised to minus 3 vero. The answer is 10 raised to, okay, 126 into 250, 126 into 25, 0.1 into 250. Correct calculate 5 630, 12 5 1, right? 2 into 6 12, 2 into 2 5 2 2. Answer is 3 5 1 3, 315. Then answer is 126 into 5 is equal to 3150. 3150 into 10 raised to minus 3 gram. Okay, that is 3.15 gram. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനുള്ള എക്സാമിന് ഡയറക്റ്റ് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ആൻസർ കിട്ടും 3.15 gram. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. മൊളാരിറ്റി തന്നിട്ടുണ്ട്, വോള്യൂം തന്നിട്ടുണ്ട്, മോളാർ മാസ് നമുക്കറിയാം. അവിടുന്ന് മാസ് ഓഫ് ഓക്സാലിക് ആസിഡ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ.